ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ദുരാത്മാവായ രാവണൻ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോൾ മഹാമുനീന്ദ്രൻ വീണ്ടും തുടർന്നു. രാവണ, അങ്ങയുടെ മനോരാജ്യം ഘോരയുദ്ധത്തിൽ നിറവേറും. മനസമാധാനത്തോടെ സന്തോഷിക്കൂ, കുറച്ചുകാലം കാത്തിരിക്കൂ. മഹാബാഹുവായ ദശകന്ധരൻ പെട്ടെന്ന് ഋഷീന്ദ്രനോട് ചോദിച്ചു, ഭഗവാനെ, മഹാവിഷ്ണുവിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാമാണ്? എല്ലാം അരുളി ചെയ്യണേ. അരക്കർക്കോൻ്റെ ചോദ്യത്തിന് മാമുനീന്ദ്രൻ ഉത്തരമോദിയത്, ഹേ രാക്ഷസേന്ദ്ര, എല്ലാം ഞാൻ വിശദമാക്കി തരാം. ശ്രദ്ധ വയ്ക്കൂ. ആ ദേവദേവൻ ലോകത്തിൽ കാണുന്ന ഏതൊന്നിലും ലയിച്ചിരിക്കുന്നു. അതിസൂക്ഷ്മ സ്വരൂപിയും അതേ സമയത്തു തന്നെ അവ്യക്ത സ്വരൂപിയുമാണ്. അനശ്വരനായ ആ ദേവൻ ചരാചരങ്ങളോടുകൂടിയ ഈ 3 ലോകത്തിലും എള്ളിൻമണിയിലെ എണ്ണ പോലെ വ്യാപിച്ചിരിക്കുന്നു. ഭൂമിയിൽ, ആകാശത്തിൽ, പാതാളത്തിൽ, പർവ്വതങ്ങളിൽ, വനങ്ങളിൽ, നദികളിൽ, നഗരങ്ങളിൽ, ഇങ്ങനെ സകല അചരങ്ങളിലും ഉള്ളത് മറ്റാരുമല്ല, ഓംകാരവും സത്യവും ജാഗ്രത്തും ഭൂമിയും ധരാതലത്തെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന അനന്തൻ എന്ന അന്വർത്ഥനാമമാർന്നവനും ആ ചക്രപാണി തന്നെ. പകൽ, രാത്രി, സന്ധ്യകൾ, ദിവാകരൻ, നിശാകരൻ, അന്ധകൻ, വായു, അഗ്നി, കാലം എന്നീ രൂപങ്ങളിൽ കാണുന്നവൻ ആ ജനാർദ്ദനനാണ്. ബ്രഹ്മാവും ശ്രീ മഹാദേവനും ശ്രീ സുബ്രഹ്മണ്യനും വൈകുണ്ഠപതിയുടെ അംശങ്ങൾ മാത്രം. മിന്നുന്നതും ശോഭിക്കുന്നതും ജഗത്ത് മുഴുവൻ കാക്കുന്നതും ആ അചിന്ത്യ സ്വരൂപനാണ്. അവ്യയനായ ആ ലോകനാഥൻ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. സംസാര ദുഃഖങ്ങളെ മുഴുവൻ നശിപ്പിക്കുവാൻ പുരാണ പുരുഷനായ മഹാവിഷ്ണുവിന് മാത്രമേ സാധിക്കൂ. ഹേ ദശാനന, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വിസ്തരിക്കുന്നത്? ചരാചരങ്ങളോട് കൂടിയ ജഗത്രയ സ്വരൂപിയായ ദേവന്റെ ആകൃതി വിശേഷം പറയുന്നത് കേട്ടുകൊള്ളൂ. നീലോൽപ്പലദളം പോലെ ശ്യാമളവർണ്ണമാർന്ന് താമരയല്ലിയുടെ പ്രഭ പോലെയുള്ള മഞ്ഞ പട്ടുഴയാട ചാർത്തി വർഷകാലത്തെ കനത്ത കാർമേഘത്തിൽ മിന്നലൊളി ചേർന്ന പോലെ പ്രശോഭിക്കുന്നു. കാർക്കൊണ്ടൽ നിറമുള്ള ആ അരുണനേത്രം കമലദള സുന്ദരമാണ്. വിശാലമായ മാറിടത്തിൽ ശ്രീവത്സം എന്ന അടയാളം പൂർണ്ണചന്ദ്രനെ പോലെ സുഹൃതികൾക്ക് നേത്രാനന്ദദായകമാകുന്നു. കാർമേഘത്തിൽ ലയിച്ച് സ്ഥിതി ചെയ്യുന്ന വിദ്യുത്ലത പോലെ സർവമംഗള സംഗ്രഹ സ്വരൂപിണിയായ മഹാലക്ഷ്മി ആ തിരുമേനിയിലാണ് അരൂപിയായി എന്നെന്നും വസിക്കുന്നത്. ദേവന്മാർക്കോ അസുരന്മാർക്കോ ഉരകമുഖ്യന്മാർക്കോ എത്ര ശ്രമിച്ചാലും കണ്ടെത്തുവാൻ സാധ്യമല്ലാത്ത ആ പരന്ധവനെ പ്രസാദിപ്പിക്കുന്ന ഭക്തന്മാർക്കു മാത്രമേ നിഷ്പ്രയാസം കണ്ടുകിട്ടുകയുള്ളൂ. ഉണ്ണി ദശാനന, യജ്ഞഫലം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനം കൊണ്ടോ യാഗകർമ്മം കൊണ്ടോ ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണുകയില്ല. തത്തിരുമേനിയുടെ പാദാരവിന്ദങ്ങളിൽ പ്രാണനെ സമർപ്പിച്ചവർ, ഹൃദയത്തെ സമർപ്പിച്ചവർ, അവിടുത്തെ മാത്രം ആശ്രയിച്ചവർ, ഭഗവത് ഭക്തർ, വിജ്ഞാനം കൊണ്ട് പാപം നശിച്ചവർ ആരോ അവർക്ക് മാത്രം ആ കരുണാസ്വരൂപത്തെ ദർശിക്കുവാൻ സാധിക്കും. ഹേ രാക്ഷസേശ്വര, ഉണ്ണിക്ക് ആ സത്യസ്വരൂപിയെ കാണണമെങ്കിൽ എല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരാം. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. കൃതയുഗമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. തുടർന്ന് ത്രേതായുഗത്തിൻ്റെ ആദ്യം ദേവന്മാരുടെയും മർത്യന്മാരുടെയും ഹിതത്തിനു വേണ്ടി ആ കരുണാനിധി നിർഭേന്ദ്രനായി അവതരിക്കും. ഇക്ഷ്വാകു വംശത്തിൽ ദശരഥൻ എന്നൊരു മഹാരാജാവ് പാരിടത്തിൽ പ്രശസ്തി ആർജിക്കും. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടാണ് ആ മഹാ തേജസ് അവതരിക്കുക. അമിതമായ ബുദ്ധി, അമേയമായ ബലപരാക്രമം, അതുല്യമായ ദിവ്യ തേജസ് എന്നിവയാൽ മഹാസത്വസ്വരൂപനായ ആ മഹാബാഹു ക്ഷമയാൽ ഭൂമിക്ക് തുല്യനാണ്. ശത്രുക്കളാകുന്ന ഘോരാന്ധകാരത്തിന് ചണ്ഡകിരണനാണ്. ശ്രീനാരായണനാകുന്ന മഹാപ്രഭു ഇങ്ങനെ മർത്യരൂപത്തിൽ രാമനാമധേയത്തിൽ ജനിക്കും. ആ സുധാർമികൻ പിതൃവാക്യ സംരക്ഷണത്തിനു വേണ്ടി ദണ്ഡക മഹാരണ്യത്തിലേക്ക് മഹാത്മാവായ അനുജനോടൊന്നിച്ചു പോകും. അവനിയിൽ നിന്ന് അയോനിജിയായി ജനിച്ച് ജനക മഹാരാജ ഋഷിയുടെ പുത്രിയായി വളർന്നവളും സർവലക്ഷണങ്ങളാലും നിസ്തുല്യ രൂപശാലിനിയുമായ ജാനകി നിഴലിനെ പോലെ പതിയെ അനുഗമിക്കും. ശീലാചാര ഗുണങ്ങൾ ഒത്തിണങ്ങിയ ആ പതിവ്രതാരത്നം ധീരതയോടെ വനത്തിൽ അധിവസിക്കും. മാർത്താണ്ഡനിൽ രശ്മി എന്ന പോലെ, ചന്ദ്രനിൽ പ്രഭയെന്ന പോലെ ശ്രീരാമനിൽ നിന്ന് സീതാദേവി വേർപിരിയാതെയാണ് ഉണ്ടാവുക. ഹേ രാവണ, ശാശ്വതനും അവ്യയനുമായ ആ ദേവദേവന്റെ മഹാത്മ്യത്തെ വിസ്തരിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഹേ രാമ, പ്രതാപിയായ രാക്ഷസ ചക്രവർത്തി അങ്ങയോട് വൈരിയായി തീരുവാൻ വഴികൾ പലതും ഗാഢമായി ചിന്തിച്ചു.
സനൽകുമാര വാക്കുകൾ ശ്രീമാനായ രാവണനെ സന്തുഷ്ടനാക്കി. അങ്ങയോട് യുദ്ധത്തിനുള്ള മാർഗം അന്വേഷിച്ച് നടന്നു തുടങ്ങി. അഗസ്ത്യ ഭഗവാന്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രന്റെ വിശാല നേത്രങ്ങളിൽ വിസ്മയം ഉളവാക്കി. കാര്യങ്ങൾ ആലോചിച്ച് തലയൊന്ന് കുലുക്കി. മനുഷ്യരൂപമാർന്ന ആ സകല ലോകനാഥൻ ആനന്ദാശ്ചര്യങ്ങളാൽ വിടർന്ന കണ്ണുകളോടെ ബ്രഹ്മർഷിവര്യനായ ആ പണ്ഡിത ശ്രേഷ്ഠനോട് വീണ്ടും തുടർന്നു. പുരാണ കഥാവർത്തമാനങ്ങൾ ഇനിയും പറയണേ. കുംഭസംഭവനായ അഗസ്ത്യ ബ്രഹ്മർഷി, അതിയശസ്വിയായ തേജസ്വി, അതിവിനയത്തോടെ ഇരിക്കുന്ന രഘുനായകനോട് വിധാതാവ് ദേവേന്ദ്രനോടെന്ന പോലെ തുടർന്നു. സത്യവിക്രമിയും ധർമ്മസ്വരൂപിയുമായ ശ്രീരാമചന്ദ്രനോട് സസന്തോഷം ആ ബുദ്ധിമാൻ തന്നോട് പറഞ്ഞതും കേട്ടതും നടന്നതുപോലെ തന്നെ പറഞ്ഞു. മഹാബാഹുവായ കാകുൽസ്ഥ, അങ്ങയോട് ശത്രുത സമ്പാദിക്കുവാൻ മാത്രമാണ് ദുരാത്മാവായ രാവണൻ ജനകസുതയെ അപഹരിച്ചത്. വീരപരാക്രമിയായ രാമ, ഈ വർത്തമാനങ്ങൾ സുമേരു മാമലയിൽ വെച്ച് എന്നോട് കീർത്തിയേറിയ ദേവഋഷി നാരദൻ ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും മഹർഷീശ്വരന്മാരും കേൾക്കത്തക്ക വിധം പറഞ്ഞതാണ്. അമേയ തേജസ്വി എന്ന നാരദൻ ബാക്കിയുള്ള കഥകളും അന്ന് പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് വിശദമാക്കിയിരുന്നു. ഹേ രാമ, മഹാപാപങ്ങൾ നശിപ്പിക്കുന്നതും പുണ്യസംവർദ്ധകവുമായ ആ കഥകൾ കേട്ട വാനൂരും ഋഷികളും ആനന്ദാശ്രുക്കളോടെ ദേവർഷിയോട് പറഞ്ഞത് ഇപ്രകാരമാണ്. നിത്യവും ഈ പുരാണ കഥകൾ പറയുന്നവനും ഭക്തിയോടെ സശ്രദ്ധം അത് കേൾക്കുന്നവനും പുത്രപൗത്രാദികളോടുകൂടി വാനുലകിൽ സംഭൂജ്യരായിത്തീരും. ഹേ രാമ, ആ രാവണനാകട്ടെ പിന്നീട് മഹാശൂരന്മാരായ അനേകം രാക്ഷസന്മാരോടുകൂടി ജയവും തേടി മഞ്ഞിടത്തിൽ നടന്നു തുടങ്ങി. ദൈത്യന്മാർ, അസുരന്മാർ തുടങ്ങിയവരിൽ ആരാണോ കരുത്തേറിയവരെന്ന് കേൾക്കുന്നത് അവനെ പോരിന് വിളിക്കുക ബലഗർഭിതനായ ദശവദനന്റെ പതിവാണ്. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ശ്രീ നാരദ മുനിയെ മാർഗമധ്യത്തിൽ വെച്ച് കണ്ടു. ബ്രഹ്മലോകത്തിൽ നിന്ന് വരുന്ന ബ്രഹ്മർഷി വാനിടത്തിൽ മറ്റൊരർക്കനെ പോലെ മേഘത്തിൽ കൂടി വരികയാണ്. സന്തുഷ്ടനായ ദശകന്ധരൻ അടുത്തു ചെന്ന് സവിനയം താണു തൊഴുത് ഇപ്രകാരം ചോദിച്ചു. ദേവർഷിവര്യനായ അവിടുന്ന് അനേക പ്രാവശ്യം ബ്രഹ്മലോകാദികൾ കണ്ടറിഞ്ഞവനാണല്ലോ. ബലാഢ്യരായ മനുഷ്യന്മാർ ഏതൊരു ലോകത്തിലാണുള്ളത്? ഇഷ്ടം പോലെ സസുഖം അവരോടുകൂടി യുദ്ധം ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദുരാത്മാവായ രാവണന്റെ ചോദ്യം കേട്ട ശ്രീ നാരദൻ അല്പമൊന്ന് ആലോചിച്ചു. ആ മഹാത്മാവ് അസുരേശ്വരനോട്, ഹേ രാക്ഷസ ചക്രവർത്തി, പാലാഴിക്കടുത്തായി വലിയൊരു ദ്വീപുണ്ട്. അതിൽ ചന്ദ്രതുല്യ പ്രഭയാർന്നവരും അതിപ്രബലരുമായ അനേകം ആളുകളുണ്ട്. വീര്യമേറുന്ന അവർ പടുകൂറ്റന്മാരും ഇടിനാദ തുല്യമായ ശബ്ദമുള്ളവരും വലിയ പരികങ്ങൾ പോലെയുള്ള ബാഹുക്കളോട് കൂടിയ ധീരന്മാരും പ്രധാനികളുമാണ്. അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബലവും പരാക്രമവും വീര്യവും ഉള്ളവരായിട്ടാണ് ശ്വേതദ്വീപ നിവാസികളെ ഞാൻ കണ്ടിട്ടുള്ളത്. ശ്രീ നാരദന്റെ വാക്കുകൾ കേട്ട അരക്കർക്കോൻ വീണ്ടും ചോദിച്ചു. ദേവർഷി ശ്രേഷ്ഠനായ നാരദ, അതിപ്രബലരായവർ ആ ദ്വീപിൽ എങ്ങനെയുണ്ടാകും? ആ മഹാത്മാക്കൾ എങ്ങനെയാണ് ശ്വേതദ്വീപ നിവാസികളായി തീർന്നത്? ഉള്ളം കൈയിലെ നെല്ലിക്കയെ പോലെ ലോകങ്ങളെ മുഴുവൻ വ്യക്തമായി കണ്ട അവിടത്തേക്ക് ഇതെല്ലാം ശരിയായി പറയുവാൻ സാധിക്കും. ഭക്തി സമ്മിശ്രമായ നേത്രങ്ങളോടെ നാരദ ഋഷി മറുപടി ഓതി. ഹേ രാവണ, ഏതു സമയത്തും അവർ ഒരൊറ്റ കാര്യമേ വിചാരിക്കുകയുള്ളൂ. മഹാപ്രഭുവായ ശ്രീ നാരായണനെ, ആ ദേവദേവനെ മാത്രം ആശ്രയിച്ച് ഹൃദയം മുഴുവൻ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പൂജിക്കുന്നവരാണവർ. ഹേ രാക്ഷസേന്ദ്ര, ഏകാഗ്രഭാവത്തോടുകൂടിയ ആ നാരായണാശ്രിതർ തദ്ഗത പ്രാണരും തച്ചിത്തരുമായി അനേക പുണ്യകർമ്മങ്ങൾ ചെയ്ത് ശ്വേതദ്വീപ നിവാസികളായി തീർന്നു. സാക്ഷാൽ ചക്രപാണി തന്നെ ശാർഘം കുലച്ച് പോരിൽ നേരിട്ട് നിഗ്രഹിച്ചവർ വസിക്കുന്ന പുണ്യസ്ഥലമാണ് ആ ദ്വീപ്. ഉണ്ണി രാവണ, യജ്ഞാദി സത്കർമ്മങ്ങളാലോ തപസ്സുകളാലോ സംയമങ്ങളാലോ അമേയദാനങ്ങളാലോ ആ ലോകത്തിൽ വസിക്കുവാൻ സാധിക്കുന്നതല്ലെന്നും മനസ്സിലാക്കൂ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.